നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നൊരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. ഇന്ന് സിദ്ധാർത്ഥിൻ്റെ സ്കൂൾ പഠിത്തമില്ല, അപ്പോൾ ആലപ്പുഴ വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ തോട്ടപ്പള്ളി പാലം എത്തിയപ്പം കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിമുഖമാണെന്ന് പറഞ്ഞപ്പം സിദ്ധാർത്ഥിന് പൊഴി എന്തുവാന്നും പൊഴിമുഖം എന്തുവാന്നും അറിയത്തില്ല. അപ്പോൾ അയാളെ ഇത് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് തോട്ടപ്പള്ളി കടലും കായലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ്. പണ്ടൊക്കെ വെള്ളം പോകുന്ന സമയത്ത് പൊഴി മുറിക്കാറുണ്ട്. അതിലെല്ലാം മണ്ണ് കൂട്ടി വെച്ചേക്കുന്നതാണ്. കടലും കായലും കൂടെ പൊഴി മുറിച്ചിട്ട് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വെള്ളം പോകുമ്പോൾ ഉള്ള വെള്ളമെല്ലാം ഒഴുകി കടലിലോട്ട് പോകും. ഇതാണ് തോട്ടപ്പള്ളി പൊഴിമുഖം. കടലും കായലും കൂടെ ഒന്നിക്കുന്നതാണ്. പാലത്തിൻ്റെ പണിയൊക്കെ പുരോഗമിച്ച് വരുന്നുണ്ട്. തോട്ടപ്പള്ളി പാലവും കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിയൊക്കെ ഒന്ന് സിദ്ധാർത്ഥിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അയാൾക്ക് അത്ര പരിചയം പോരാ. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വെള്ളം പോകുന്ന സമയത്ത് പൊഴി മുറിക്കും. അങ്ങനെ കായലിൽ നിന്ന് വെള്ളമെല്ലാം ഒഴുകി കടലിലോട്ട് പോയി. നമ്മുടെ നാട്ടിലൊക്കെ കയറിയ വെള്ളമെല്ലാം പോയി. വെള്ളപ്പൊക്കം മാറുന്നത് അങ്ങനെ. പണ്ടെല്ലാവരും അങ്ങനെ ആയിരുന്നു. പൊഴിമുഖം ആയിരുന്നെങ്കിൽ അഴീക്കലൊക്കെ പൊഴിയായിരുന്നു. അത് കഴിഞ്ഞിപ്പം അഴീക്കലൊക്കെ തുറന്നിട്ടേക്കുക. ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ സമയത്ത് കയറിയും ഇറക്ക സമയത്ത് ഇറങ്ങിപ്പോവുകയും ചെയ്യാവുന്ന രീതിയിലാണ്. ഇന്നിപ്പോൾ ആലപ്പുഴ വരെ പോവുകയാണ്. സിദ്ധാർത്ഥുണ്ട്. ഞങ്ങൾ ആലപ്പുഴ അത്യാവശ്യം ഒന്ന് പോകേണ്ട ഒരാവശ്യമുണ്ട്. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് ഷീജേമ മരിച്ചിട്ട് 3 മാസം തികയുന്ന ദിവസമാണ്. ഇന്ന് അതേ 6-ാം തീയതിയും അതേ ദിവസവും ഞായറാഴ്ച ദിവസവുമാണ്. ഏപ്രിൽ 6 ഞായറാഴ്ച ദിവസമാണ് ഷീജേമ മരിച്ചത്. ഇന്ന് 3 മാസം തികയുവാണ്. അപ്പം ഞങ്ങൾ ആലപ്പുഴ വരെ പോവുകയാണ്. പിള്ളേർക്ക് ചോറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഇറങ്ങിയതാണ്. ഒരുപാട് നാളായതുപോലെ തോന്നുന്നു. 3 മാസം ആയാണെങ്കിലും ഷീജേമ മരിച്ചിട്ട് 3 മാസം ആയാണെങ്കിലും ഒരുപാട് നാളായതുപോലെ നമുക്ക് തോന്നുവാണ്. കാരണം ഒറ്റയ്ക്ക് നമ്മൾ ഇതെല്ലാം ഡീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ നമുക്ക് തോന്നുന്നത്. മറ്റേതൊരാളും കൂടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം ഒറ്റയ്ക്ക് കിടന്ന് തുഴയുന്നത് കൊണ്ട് നമുക്ക് കൂട്ടത്തിലുള്ള ഒരാളിൻ്റെ ശൂന്യത അനുഭവപ്പെടുന്നത് കൊണ്ടാണ്. ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇത് പാഠമാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ആർക്കും ഒരു വിലയും കൊടുക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ആ വില മനസ്സിലാകുന്നത്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കും. ഓക്കെ, ബൈ. ആലപ്പുഴ എത്താറായി. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വളരെ പതിയെ പോകാൻ പറ്റത്തുള്ളൂ. റോഡിൻ്റെ പണി പുരോഗതിയിലാണ്. അതുകൊണ്ട് നമുക്ക് കൈനൂത്ത് ഡ്രൈവ് ചെയ്ത് വരാനൊന്നും പറ്റത്തില്ല. വളരെ സ്ലോവിൽ നോക്കിയും പോയേ പറ്റത്തുള്ളൂ. റോഡൊക്കെ തിരക്കാണ്. ഏകദേശം ആലപ്പുഴയ്ക്കടുത്തായി. റോഡ് പണി കാരണം നല്ല സൈഡിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. ഒഴുകിപ്പോകാനൊന്നുള്ള യാതൊരു മാർഗവും ഇല്ല. എന്തായാലും റോഡ് പണി സ്പീഡപ്പിലാണ്. ഇനി നമ്മളൊരു വർഷം കൂടെ കാത്തിരിക്കണമെന്ന് തോന്നുന്നു പൂർവ്വസ്ഥിതിയിലെത്തണമെങ്കിൽ. അതുവരെ നമ്മൾ ഈ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചേ പറ്റൂ. റോഡൊന്ന് റെഡിയായാൽ പിന്നെ നമുക്ക് പേടിക്കണ്ട. നല്ല റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാം. ഇപ്പോൾ ആലപ്പുഴയായി ബൈപ്പാസ് റോഡ് കയറുക. ബൈപ്പാസിലും പുതിയ പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. 2 സൈഡിലെ ഇത് തന്നെ കാഴ്ചകളാണ്. മനോഹരമായ കാഴ്ചകളാണ്. നമ്മൾ ആലപ്പുഴ ടൗണിൽ ടച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ട് തിരക്ക് കുറവാണ്. ബൈപ്പാസ് റോഡ് പോവുകയാണ്.
നല്ല ഭംഗിയാണ്. രണ്ട് സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്ത് പോകാൻ. തിരക്കും കുറവായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ കണിച്ചുകുളങ്ങര പോവുകയാണ്. ബൈപ്പാസ് റോഡും പാലവും ഒക്കെ പുരോഗതിയിലാണ്. പണി രണ്ട് സൈഡിൽ നടക്കുന്നുണ്ട്. എന്തായാലും കൊല്ലത്തും ആലപ്പുഴയൊക്കെ ബൈപ്പാസ് റോഡ് പണിഞ്ഞവർക്ക് അവർക്ക് തന്നെ ടെൻഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ അടുത്ത വർക്ക് കിട്ടിയതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല. റെഡിമിക്സിൻ്റെ ഇതൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. കൊല്ലത്തും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഇതൊന്നും അവരെടുത്ത് മാറ്റിയില്ല. അതിന് മുമ്പ് തന്നെ അവർക്ക് അടുത്ത വർക്ക് കിട്ടിയതുകൊണ്ട് കുറച്ച് കാശൊക്കെ അവർക്ക് ലാഭമുണ്ട്. അല്ലെങ്കിൽ വീണ്ടും കൊണ്ടുവന്ന് ഇതൊക്കെ ഫിറ്റ് ചെയ്യണ്ടായിരുന്നു. ആ കാഴ്ചകൾ നോക്കും, മനോഹരമായ കാഴ്ചകൾ. ആകാശത്ത് മിന്നിമായുന്ന പല പല കളറുകൾ. വീഡിയോഗ്രാഫർ സിദ്ധാർത്ഥാണ്. സിദ്ധാർത്ഥ് വീഡിയോ പിടിക്കുന്നത് കേട്ടോ. മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ ആലപ്പുഴ ടൗൺ ഏരിയ കഴിഞ്ഞപ്പുറത്തെത്തും നമ്മൾ. ബൈപ്പാസ് റോഡായതുകൊണ്ട് ടൗണിൽ ടച്ച് ചെയ്യാതെ പോകുന്നതുകൊണ്ട് തിരക്കില്ലല്ലോ ഇതിലെ പോകുമ്പോൾ. സിദ്ധാർത്ഥിന് ടൗണൊക്കെ കാണണമെന്നുണ്ട്, പക്ഷേ ഒരുപാട് സമയം എടുക്കും അതിലേക്കൂടെ പോകാൻ. അപ്പോൾ ഇനി ഒരിക്കൽ സിദ്ധാർത്ഥോട്ട് വരുമ്പോൾ നമുക്ക് ടൗണിൽ കൂടെ ഒക്കെ വരാം. ഇപ്പോൾ നമുക്ക് എളുപ്പം പോയിട്ട് വരാമെന്ന് കണക്കാക്കി പോവുകയാണ്. നമ്മുടെ പിള്ളേർ പട്ടിണിയായി പോകില്ലേ. പിള്ളേർക്കുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് പോയിട്ട് വന്നിട്ട് അവരെ കാണണ്ടേ. അതുകൊണ്ട് പോവുകയാണ്. പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്, പുതിയ പാലത്തിൻ്റെ കേട്ടോ. അപ്പുറത്ത് പുതിയ പാലം ഇതിനേക്കാൾ ഹൈറ്റിലാണ് നിൽക്കുന്നത്. എല്ലാം വാർത്തൊക്കെ നിർത്തിയേക്കുക. സൈഡ് വാളിൻ്റെ കമ്പികളാണ് മേളോട്ട് കാണുന്നത്. അത് ഇതുമായിട്ട് ഹൈറ്റ് വ്യത്യാസമുണ്ട്. ഇതിനേക്കാളും ഒരുപാട് ഹൈറ്റിലാണ് പുതിയ പാലം.